ഇപ്പൊ ഒരുപാട് സന്തോഷമാണ്. വീണ്ടും വിനീതേട്ടനായിട്ട് മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ആതിഫ് നല്ലൊരു ശാസ്ത്രജ്ഞ. ഇനി വിട്ടോ, വേണമെങ്കിൽ വിട്ടോ. വീണ്ടും എൻ്റെ ശബ്ദത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും ഞെക്കിയാൽ വീണ്ടും വിനീതേട്ടനായിട്ട് മാറും. ഓക്കെ, ഒരു മൂക്കിൽ ഞെക്കിയപ്പോൾ വിനീത് ശ്രീനിവാസൻ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ രണ്ട് മൂക്കിൽ ഒരുമിച്ചൊന്ന് അമർത്തി വേദനിപ്പിക്കുന്ന രീതിയിലൊന്ന് പിടിക്കാവോ? വേദനിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ബാബുരാജേട്ടന്റെ ശബ്ദത്തിലേക്ക് കിടക്കാവുന്നതാണ്. എടാ, നിന്നെ എത്തുവാൻ ഇവിടെ ആരും കുറച്ച് കാണുന്നില്ല. പിന്നെ നീ കഷ്ടപ്പെട്ട് പണയത്തുള്ള എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ മോൾക്ക് മനസ്സിലായില്ല ഇപ്പൊ എന്റെ ശബ്ദം ഇപ്പൊ വിനീതേട്ടനായിട്ട് മാറി കേട്ടോ. ഞാനിപ്പോ മൂക്കിയൊക്കെയാ സംസാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരുടെ മൂക്കിലേക്ക് ഇപ്പൊ മിഥുൻ ചേട്ടന്റെ മൂക്കിലേക്ക് പോലും സൗണ്ടിൽ വ്യത്യാസം വരും. പക്ഷെ ഒരാളുടെ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്കിലേക്കാ പോലും ആളുടെ ശബ്ദം മാറില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പിണറായി സാറിന്റെ ശബ്ദം തന്നെയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊരു വലിയൊരു പരീക്ഷണമാണ്. അപ്പൊ പിണറായി സാറിന്റെ മൂക്കിൽ വെക്കാനുള്ള ഭാഗ്യം ആതിഫയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിണറായി സാർ പ്രസംഗിക്കുകയാണ്. നമ്മുടെ ഷാദിയയുടെ ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. അതെല്ലാം ആ വഴിക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്നത് കണ്ടില്ലേ, ഈ മൂക്കിൽ ഞങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് ഞാൻ